ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് 2 ദിവസം വീഡിയോ ഇടാൻ സാധിച്ചില്ലായിരുന്നു. എല്ലാവരോടും ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഇനി നമ്മൾ എന്നും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. 2 ദിവസം കുറച്ച് തിരക്കും കാര്യങ്ങളും ഗസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ വീഡിയോ ചെയ്യാതെ ഇരുന്നത്. എന്ന് നമ്മൾ കറക്റ്റ് 7:30 ആവുമ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. 2 ദിവസമായിട്ട് അതൊന്ന് മുടങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെയും അതുപോലെ തന്നെ നന്ദുനെയും നയനയുമാണ്. അങ്ങനെ അനാമിക വീട്ടിൽ വന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി. പക്ഷേ അനാമികനെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് നമ്മുടെ നയന പറയുന്നത്. അങ്ങനെ അനിയോട് പറയുകയാണ്, ഒരു പെണ്ണും സഹിക്കുന്ന കാര്യമല്ല തന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധമോ അല്ലെങ്കിൽ മുൻകാമുകിയോ അവരുമായിട്ടുള്ള സംഭാഷണങ്ങളോ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളോ അതൊരു ഭാര്യയും സഹിക്കുന്നതല്ല. അത് തന്നെയാണ് അനാമിക ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും ഇനി ഇങ്ങോട്ടേക്ക് നീ വരരുത് നന്ദുവിനെ കാണാനായിട്ട്, അല്ലെങ്കിൽ നന്ദു ഉള്ള സ്ഥലത്തേക്ക് നന്ദുവിനെ കാണാൻ അല്ലെങ്കിൽ പോലും നീ വരാൻ പാടില്ല. അത് വേറൊരു രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുക, മനസ്സിലാക്കുക. അത് ചിലപ്പം നന്ദുവിന് വരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ദേവി ചെയ്ത് നീ അതുപോലുള്ള പ്രവർത്തികൾ ചെയ്യാതെ ഇരിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അനു പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് നന്ദുവിനെ കാണാൻ വേണ്ടി വന്നതല്ല, ഞാൻ എൻ്റെ ഏടത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഏടത്തി ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പം ഞാൻ വന്ന് കണ്ടില്ലെങ്കിൽ അത് എത്ര മോശമാണ് ഏടത്തി. അതും എനിക്ക് ഏടത്തിനെ അങ്ങനെ കാണാതിരിക്കാൻ പറ്റുമോ? എൻ്റെ വല്യമ്മയ്ക്ക് കരള് പകുത്ത് നൽകിയ ഈ ഏടത്തിനെ കാണാതെ പോയി കഴിഞ്ഞാൽ എന്നോട് ദൈവം പൊറുക്കുവോ? ആ ഒരു നന്ദി ഞാൻ കാണിക്കേണ്ട ഏടത്തി, അതല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അനാമികയുടെ കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല, അവളുടെ കാര്യം ഏതു ആകട്ടെ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ബോധേഡാവുന്നില്ല എന്ന് പറഞ്ഞപ്പം അതിനെക്കുറിച്ച് ഓർത്താണ് നീ ഇനിയിപ്പം ബോധേഡാകേണ്ടത്. കാരണം നിന്റെ ഭാര്യയാണ്. എന്തൊക്കെ പറഞ്ഞാലും 4 ആളുടെ മുമ്പിൽ വെച്ച് നീ ഒരു അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച പെണ്ണാണ് അനാമിക. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് നീ കുറച്ചൊക്കെ ഉൾക്കൊള്ളുകയും കേൾക്കുകയും ഒക്കെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് ശരിയാവില്ല. അത് നല്ലൊരു ജീവിതത്തിന്റെ തുടക്കമല്ലത്. നീ ഇപ്പോഴും നന്ദുവിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നാണ് അവൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നോട് അവൾക്ക് ദേഷ്യവും അതുപോലെ ബാക്കിയുള്ളവരോടൊക്കെ ദേഷ്യം തോന്നുന്നത്. അതൊന്നുമല്ല അവളുടെ ലക്ഷ്യം, അതൊന്നുമല്ല. അവൾ എന്നെ സ്നേഹിച്ചിട്ടല്ല അനന്തപുരി തറവാട്ടിലേക്ക് വന്നത്. അവൾ സ്നേഹിച്ചത് അനന്തപുരി തറവാടിനെയാണ്. അവിടുത്തെ പേരും പ്രശസ്തിയും പെരുമയും പണവും ഒക്കെയാണ് അവള്, അതിനുവേണ്ടി മാത്രമാണ് അവൾ അനന്തപുരി തറവാട്ടിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ശരി തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും നിന്റെ ഭാര്യ എന്ന ആ ഒരു സ്ഥാനം എന്നും നീ അനാമികയ്ക്ക് കൊടുക്കണം. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനിയത്തിക്ക് വരെ അത് ചിലപ്പോൾ ദോഷം ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അപ്പൊ അനി ഇതൊക്കെ കേട്ടിട്ട് നേരെ അനന്തപുരി തറവാട്ടിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ കുറെ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, നയനമോളെ നീ ഇങ്ങനെ നിൽക്കരുത്, ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നന്ദു അവളെ കൊണ്ടുവച്ച് കിടത്ത്, നീ ഒന്നും ചിന്തിച്ച് നീ മനസ്സ് വിഷമിച്ച് നീ ടെൻഷൻ അടിക്കരുത്, നിനക്കിപ്പോ റെസ്റ്റ് ആണ് വേണ്ടത്, മോള് പോയി കിടക്കാൻ പറഞ്ഞ് ഗോവിന്ദൻ പറഞ്ഞിട്ട് നന്ദു കൊണ്ട് കിടത്തുകയാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് നേരെ അനി അനന്തപുരി തറവാട്ടിലേക്ക് ചെന്നു. അനന്തപുരി തറവാട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആദർശിന്റെ മുമ്പിലാണ് ചെല്ലുന്നത്. അപ്പൊ ആദർശ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ അനി ആദർശിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് സംഭവം, ഞാൻ അവിടെ ചെന്നപ്പം പുറകെ അനാമിക വന്നിരുന്നു എന്ന്. അപ്പോഴും അനിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുകയല്ല, അനിയോട് പറയാണ് അവര് പറയുന്നതിലും അനാമിക പറയുന്നതിലും കാര്യമുണ്ട്. കാരണം അനാമിക ഒരു ഭാര്യ തന്നെയാണല്ലോ നിന്റെ. ഒരു ഭാര്യയ്ക്കും സഹിക്കുന്ന കാര്യമല്ല മുൻ കാമുകിയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാമുകിമാരോ അങ്ങനെ ആയിട്ട് കറങ്ങുന്നതോ അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് കാണുന്നതോ ഫോണിൽ കൂടി സംസാരിക്കുന്നത് പോലും ആർക്കും ഒരു പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പൊ നീ ചെയ്തത് തെറ്റാണ് എന്ന് നീ കരുതുക. പിന്നെ നീ ഒരിക്കലും അവളെ അവിടെ നിർത്തുവല്ല ചെയ്യേണ്ടത്. നീ പോയി നിന്റെ ഭാര്യനെ പോയി നീ കൂട്ടിക്കൊണ്ട് വരണം, അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കുമ്പം അനി എന്ത് ചെയ്യുന്നു? മുത്തശ്ശന്റെ സന്തോഷവും മുത്തശ്ശിയുടെ സന്തോഷവും ഒക്കെയാണ് ഇപ്പൊ നമുക്ക് വലുത്. നിന്റെ ജീവിതം ഓർത്തിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും സങ്കടമാണ്. നിങ്ങളിങ്ങനെ രണ്ടായിട്ട് 2 ദിശയിൽ കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ സങ്കടമാണ്. അത് നീ ഉണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞാണ് ആദർശ അനിയെ നേരെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്? നമ്മുടെ അനാമികയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പൊ അനാമികയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അനിയുടെ കുറ്റവും നന്ദുവിന്റെ കുറ്റവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നായിരുന്നു, പുറകെ ഞാൻ പോയി, അവളുടെ വീട്ടിലായി ഇപ്പോഴും അവന് അവിടെ ചെന്ന് കയറി നിൽക്കുന്നത്. ഞാൻ അവന്റെ ഭാര്യയായിട്ട് എന്നെ വിളിക്കാൻ വരുന്നില്ലല്ലോ അവൻ അങ്ങോട്ടേക്ക് പോകുന്നത് നയനെ കാണാനൊന്നും അല്ല, അവളെ കാണാനാണ്, മൊട്ടച്ചീനെ കാണാനാണെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്താണ് കയറി വരുന്നത് ആര്? നമ്മുടെ അനി. അപ്പം അനിയെ കണ്ട ഉടനെ തന്നെ വരുന്നുണ്ടല്ലോ, ദേ
ഇതേ മരുമകൻ വരുന്നുണ്ടല്ലോ, ഏതായാലും മോൾ അകത്ത് കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വേണു സംസാരിക്കുകയാണ്. ആ കയറി വാ മോനെ, മരുമകനെ കയറി വാ എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറ്റി വിളിച്ചിരുത്തുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ കയറിയിരിക്കാനോ അങ്ങനെയൊന്നും അല്ല, ഞാൻ അനാമികനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും, ഓ ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഞാൻ ഓർത്തു ഇനിയും നീ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ വരില്ലായിരിക്കും എന്ന്. ഇപ്പോഴെങ്കിലും ഒരു ബുദ്ധി തോന്നിയല്ലോ, നല്ല ബുദ്ധി തോന്നിയല്ലോ നിനക്ക്, അത് നല്ല കാര്യം തന്നെയാണ്. ഏതായാലും ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനൊട്ട് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല, പിന്നെ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പറഞ്ഞു വിടാം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അനാമിക ഇറങ്ങി വന്നിട്ട്, പിന്നെ ആരെ പറഞ്ഞു വിടുന്ന അച്ഛൻ ഈ പറയുന്നത്, ഞാൻ ഇവന്റെ കൂടെ പോവില്ല, എനിക്ക് അതിന്റെ കാര്യമില്ല, ഇവന് ഞാനല്ലല്ലോ വലുത്, ഇവൻ ആ മൊട്ടച്ചിയല്ലേ വലുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനി പറഞ്ഞു, എന്താ അനാമിക നീ പറയുന്നത്, നീ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുന്നത്? ഒരിക്കലും ആ വീട്ടിൽ ഞാൻ പോയത് നന്ദുവിനെ കാണാനൊന്നും അല്ല, അത് ഞാൻ ഏടത്തിനെ കാണാനാ പോയത്, അത് നിനക്ക് പതിയെ മനസ്സിലായിക്കോളും. നിനക്ക് ഒന്നും അറിയില്ല, കാരണമേ നിനക്ക് പ്രായവും പക്വതയും എത്താതെയാണ് നീ ഇപ്പം നിൽക്കുന്നത്, അതുകൊണ്ടാണ്. പ്രായത്തിന്റെ അത്രയും പക്വത നിനക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ഞാനിപ്പം നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നത്, നിനക്ക് വേണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാം, അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നില്ല എന്ന് ആരും പറയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനാമികനെ രേവതി കൂട്ടിക്കൊണ്ട് പോയിട്ട്, നീ എന്താടി, എന്ത് സംസാരമാടി നീ സംസാരിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്കങ്ങ് പൊക്കൂടെ അവന്റെ കൂടെ, ഇപ്പോഴും ഒരു അവസരം ഇതുപോലെ ഇനി ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും, മര്യാദയ്ക്ക് നീ പോകുന്നുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാമേ പോകുന്നതെന്ന് പറയുമ്പോൾ, നീ പോകണം, അങ്ങനെ പോയാലേ അവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ, നീ ഭാര്യയായിട്ട് പോകണ്ട, അനിയുടെ ഭാര്യയായിട്ട് പോകണ്ട, നീ അവിടുത്തെ മരുമകളായിട്ട് മാത്രം നിന്നാ മതി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ അനിയോട് കുറെ കാര്യങ്ങളൊക്കെ വേണു സംസാരിക്കുന്നുണ്ട്. വേണു പറയുന്ന വേറൊന്നുമല്ല, എന്റെ മകൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ അത് ഓർക്കണം, എന്റെ മകൾക്ക് നീ ജീവനാണ്, അവൾക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്ന് അറിയാം, പക്ഷെ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ പെണ്ണ് കാരണമാണ്, നന്ദു കാരണമാണ്, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കാം, സാധാരണ പ്രായമുള്ള ഒരു ആള് പോലും ഇങ്ങനെ, ആളുടെ ഭർത്താവ് പോലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ സഹിക്കില്ല. അപ്പൊ എന്റെ കൊച്ചു പെണ്ണാണ് എന്റെ മോള്, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അപ്പൊ അവള് സഹിക്കുവോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വേണു ഇങ്ങനെ പറയാനുണ്ട്. വേണു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാൻ കേട്ടോ, എന്റെ മകൾക്ക് നിന്നോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ലടാ, അവിടത്തെ സ്വത്ത് തന്നെയാടാ ഞങ്ങളുടെ ലക്ഷ്യം, സ്വത്ത് അടിച്ചു മാറ്റണം, അതിനുവേണ്ടിയാടാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, അല്ലാതെ പുറത്ത് പറയുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ അനാമിക ഹനിയുടെ കൂടെ ചെല്ലുകയാണ് കേട്ടോ. അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്നു. നമ്മുടെ ജാനകി ഓടി വരിക. ജാനകി ഓടി വന്നിട്ട്, ആഹാ ഇതാരാ മോളെ, നീ വന്നല്ലോ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. അപ്പം പറഞ്ഞു, ഞാന് അമ്മയ്ക്കൊന്നും വിഷമം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വന്നതാ, അല്ലാതെ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ട് വന്നൊന്നും അല്ല. അയ്യോ മോളെ അങ്ങനെ പറയരുത്, മോളുടെ വീട് ഇനി ഇതാ, ഇവിടെയാ മോള് താമസിക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ജലജ ഇറങ്ങി വന്നിട്ട്, ഓ ഈ പണ്ടാരം വന്നോ ഇങ്ങോട്ടേക്ക്, ഒരെണ്ണം ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദേ വീണ്ടും കയറി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പതുക്കെ കയറി വന്നിട്ട്, അനാമിക മോള് വന്നോ, ദേ ഈ അപ്പച്ചി കാത്തിരിക്കായിരുന്നു കേട്ടോ അനാമിക മോളെ, അനാമിക മോൾ ഇല്ലാത്തോണ്ട് ഇവിടെ ഒരു രസവും ഇല്ലായിരുന്നു, വാ മോളെ കയറി വാ, മോളല്ലേ ഈ വീട്ടിലെ എല്ലാവരുടെയും പുനാര മരുമകള് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സോപ്പിടുകയാണ്. ഏതായാലും നമ്മുടെ അനിയോട് പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോടാ എന്നിങ്ങനെ പറയുകയാണ് ജാനകി. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോഴും നിന്റെ മറ്റവളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലേ അതങ്ങ് നീ വിട്ടുകളഞ്ഞേരെ, ദേ ഇവളാടാ നിന്റെ ഭാര്യ, ദൈവം നിനക്കായി മാറ്റിവെച്ച നിന്റെ ഭാര്യ ഇത്, ഇവൾ എത്ര നല്ല കുട്ടിയാ, അതൊന്നും മനസ്സിലാക്കാതെ നീയൊക്കെ വെറും പുറമേ തിളങ്ങുന്നതിന്റെ പുറമെ പോകരുത്, നീയൊന്നും അകത്ത് നന്മയാ നോക്കേണ്ടത്. നയനയ്ക്കോ നയനയുടെ കുടുംബത്തിനോ ആ നന്മയില്ല എന്ന് പറയുമ്പോ അമ്മ നിർത്തുന്നുണ്ടോ, അമ്മ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, അവർക്ക് നന്മയുണ്ടോ നന്മയില്ലോ എന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അനി അങ്ങ് പോയി കേട്ടോ. ഏതായാലും അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക നേരെ നവ്യയുടെ മുമ്പിൽ ചെല്ലുകയാണ്. അപ്പൊ നവ്യയുടെ മുമ്പിൽ ചെല്ലുന്ന വേറൊന്നിനുമല്ല, ചെറുതായിട്ടൊരു വെല്ലുവിളിയൊക്കെ നടത്തണം. അങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തണം, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നതും നവ്യ അവിടെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഓഹോ വന്നിട്ടൊരു മൈൻഡ് ഇല്ലാത്തത് എന്താ, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചാണോ നീ ഇവിടെ ഇരിക്കുന്നത്, നീ എന്താ വിചാരിച്ചത്, അതെ വലിഞ്ഞു കയറി വന്നോന്നും അല്ലാട്ടോ, ഈ അനാമിക ഇവിടെ വന്നതേ അനാമികയുടെ ഭർത്താവ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞപ്പം അതിനിപ്പോ എനിക്ക് എന്താ, നീ ഇങ്ങോട്ടേക്ക് വന്നെന്നോർത്തോ വന്നില്ലെന്നോർത്തോ എന്നും എനിക്കൊരു കുഴപ്പമില്ല അനാമിക, നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് വന്ന് സംസാരിക്കുന്നത്, നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് തോന്നി, കാരണം നിനക്കൊരു വിചാരമുണ്ട്, എന്നെ ഇവിടുന്ന് എല്ലാവരും ആട്ടി ഇറക്കി വിട്ടതാണെന്നൊക്കെ ഒരു വിചാരം നിനക്കുണ്ടല്ലോ, ആ വിചാരം ഇനി വേണ്ട. ദേ എന്നെ ഈ വീട്ടിലെ എല്ലാവരും
പൊന്നാര മരുമകളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നീയും നിന്റെ ചേച്ചി അടി ഈ വീട്ടിൽ അധികപ്പറ്റ്. ഇനി നിങ്ങൾ അടി ഇറങ്ങി പോകേണ്ടത്. നീ ഇറങ്ങിപ്പോയാല് നിന്റെ ഭർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ട് വരുവോ? ഇല്ലല്ലോ. ഒരിക്കലും നീ ഇറങ്ങിപ്പോയാൽ നിന്റെ ഭർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ നവ്യ പറഞ്ഞു, നീ കൂടുതൽ സ്ഥാനമൊന്നും ഇവിടെ കളിക്കണ്ട. എന്റെ ഭർത്താവ് കൂട്ടിക്കൊണ്ട് വരാവോ കൂട്ടിക്കൊണ്ട് വരാതിരിക്കോ, സ്നേഹം ഉണ്ടാവോ സ്നേഹം ഉണ്ടാകാതിരിക്കോ, പക്ഷെ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അത് നിനക്കറിയാലോ. അത് ഇവിടുത്തെ മകന്റെ കുഞ്ഞ് തന്നെയാണ്. അഭി എന്ന് പറയുന്ന ഇളയ മകന്റെ കുഞ്ഞ് തന്നെയാണ്. അപ്പൊ നിന്നെക്കാളും അവകാശം എനിക്കും എന്റെ കുഞ്ഞിനും ഈ വീട്ടിലുണ്ടടി. പിന്നെ അച്ഛൻ, ഈ കുഞ്ഞിന്റെ അച്ഛൻ അഭി തന്നെയാണല്ലോ. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അഭിക്കും അത് നന്നായിട്ട് അറിയാം. എനിക്ക് അത് മതി, അല്ലാതെ കൂടുതൽ നീ വെല്ലുവിളിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും നയന ഇച്ചിരി ചമ്മി, നയനയല്ല സോറി, അനാമിക ഇച്ചിരി ചമ്മി നാറി അവിടെ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്താലും ഈ നയന ഇങ്ങോട്ടേക്ക് വരുന്നില്ല അനന്തപുരിയിലേക്ക്. എന്താ കാരണം ഇതുവരെ നവ്യക്ക് അറിയില്ല. നവ്യ അതുകൊണ്ട് ചേച്ചീനെ ഒന്ന് വിളിച്ചേക്കാന്ന് പറഞ്ഞ് നേരെ നമ്മുടെ നയനെ, ചേച്ചീനെ അല്ല സോറി അനിയത്തീനെ ഒന്ന് വിളിച്ചേക്കാന്ന് പറഞ്ഞ് നേരെ നമ്മുടെ നയനയെ ഫോൺ വിളിക്കുകയാണ്. നയനയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എന്താ മോളെ നീ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാത്തത്? എത്ര ദിവസമായി ഞാനിവിടെ കാത്തിരിക്കുന്നു. നീ എന്നാ ഒന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ലേ? നിനക്ക് നീ ആ ഹോസ്പിറ്റലിൽ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? നിന്നോട് സ്നേഹമുള്ളവരാണെങ്കിലും വേണ്ടില്ല, നിന്നോട് സ്നേഹമില്ലാത്തവരെ നോക്കി നീ എന്തിനാ നീ ഇങ്ങനെ നിൽക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് പിന്നെ ചേച്ചി ഞാനിപ്പം വീട്ടിലാ ഉള്ളത്. വീട്ടിലോ? അതെന്തിനാ നീ വീട്ടിൽ പോയത്? അത് പിന്നെ എന്റെ അമ്മായിയമ്മയ്ക്ക് ഞാൻ അവിടെ വന്ന് താമസിക്കുന്നത് ഇഷ്ടമല്ല. മലയ്ക്ക് പോകുന്നത് വരെ ഞാൻ വേറെ വീട്ടിൽ താമസിക്കുന്നതാ എന്റെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടം. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇതല്ലേ എന്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. ദേ അല്ല, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പൊ അവള് വന്നിട്ടുണ്ട്, ആ അനാമിക. ഒരു സമാധാനവും തരുന്നില്ല. ഇപ്പം വെല്ലുവിളിച്ചിരിക്കുക എന്നോട്. എന്ത് വെല്ലുവിളി? എന്താ നിന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത്? എന്ത് വെല്ലുവിളിക്കാരാ? അവക്ക് മറ്റേ കോതയ്ക്ക് തോന്നുന്നത് വായിക്ക് പാട്ട് എന്ന് പറയുന്ന പോലെയാണല്ലോ. അവൾ അതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. മോളെ നീ വേറെ ഒന്നിനും വഴക്കിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകണ്ട. അതുകൊണ്ട് മോളെ നല്ല ചേച്ചി വഴക്കിനോ പ്രശ്നങ്ങൾക്കോ ഒന്നിനും പോകണ്ട. എന്തെങ്കിലും അനാമിക പറഞ്ഞോട്ടെ, കേൾക്കാത്ത രീതിയിൽ നടന്നാ മതി. പിന്നെ ശരീരം സൂക്ഷിക്കണം. ആരെന്ത് തന്നാലും അത് പെട്ടെന്ന് മേടിച്ച് കഴിക്കരുത്. ആരെ കൊണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടോ, അനിയെ കൊണ്ടോ അല്ലെങ്കിൽ ആദർശേട്ടനെ കൊണ്ടോ ഒക്കെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ പെട്ടെന്ന് ഒന്നും വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. എല്ലാവരെയും കാണിച്ചിട്ട് വേണം അത് കഴിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഏതായാലും നമ്മുടെ നവ്യയും വളരെ സങ്കടപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്, നയനിയും വളരെ സങ്കടപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.